വർഷങ്ങളായിട്ട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നത്. പക്ഷേ ഇപ്പം വീണ്ടും റഷ്യ യുക്രൈനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ 200 ടൺ ഡ്രോണുകളാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പം അതിലൂടെ യുക്രൈൻ വീണ്ടും ഒരു യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് ഇപ്പൊ പോയിരിക്കുകയാണ്. അതെ, ഇപ്പം റഷ്യ വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം യുക്രൈനെ അമേരിക്ക ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോഴും യുക്രൈൻ ഒരു സ്വതന്ത്രമായിട്ടില്ല. അതായത് യഥാർത്ഥത്തിൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. അതായത് 50% ധാതുലവണക്കളും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും അമേരിക്ക ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ ഒരു സമ്മതപത്രത്തിൽ ഒപ്പിട്ടു എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യുക്രൈനെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് ആരാണ് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തമല്ല. കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ യുക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റഷ്യയെ തകർക്കാനാണോ അതോ അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നില്ല. കാരണം റഷ്യനെ തകർത്തു കഴിഞ്ഞാൽ റഷ്യനെയും കൂടെ തന്നെ അമേരിക്കയുടെ കൂടെ ചേർക്കാൻ, അതായത് റഷ്യ തകർന്നു കഴിഞ്ഞാൽ ലോകോത്തര ശക്തികളിലെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് തന്നെ നിലകൊള്ളുന്ന റഷ്യയെ തകർക്കാൻ പല വഴികളും. അമേരിക്കയും റഷ്യയും ഇപ്പം സൗഹൃദത്തിലാണ് പോകുന്നത്. പക്ഷേ ട്രംപിന്റെ ഒരു മധ്യസ്ഥതയിലാണ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നത്. സെലൻസ്കിയുമായിട്ടും അതുപോലെ പുടിനുമായിട്ടൊക്കെ ചർച്ചകൾ നടന്നത്. പക്ഷേ എങ്കിൽ പോലും വീണ്ടും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് സമാധാനം സ്ഥാപിക്കാനുള്ളൊരു നടപ്പിലാക്കുന്ന ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് റഷ്യ വീണ്ടും യുക്രൈനെ ആക്രമിച്ചിരിക്കുന്നത്. അതെ, പക്ഷെ നമ്മളെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപിന്റെ ഒരു സൗഹൃദമുണ്ട്. ആദ്യം അദ്ദേഹം സഹായിച്ചതും ഇല്ല സൗഹൃദം സ്ഥാപിച്ചത് യുക്രൈനുമായിട്ടാണ്. അപ്പം യുക്രൈനെ അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം അവര് ഏറ്റെടുക്കുകയും യുക്രൈനെതിരെ തിരിയുകയും റഷ്യക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ഡൊണാൾഡ് ട്രംപിന്റെ നിന്ന് കണ്ടതാണ്. അപ്പോൾ ഇതേ സമയം തന്നെ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള സൗഹൃദം എന്തിനായിരിക്കാം എന്നുള്ളതും ട്രംപിന്റെ ഒരു നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമായി അറിയുമ്പോൾ ഈ ഒരു സൗഹൃദത്തിൽ റഷ്യയുമായിട്ട് സൗഹൃദം നിലനിർത്തുന്നതാണ്. അവര് ആണവായുധങ്ങളുള്ള ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നാണ് റഷ്യ എന്നുള്ളത്. അപ്പം പുടിനുമായിട്ടുള്ള സൗഹൃദം അമേരിക്കയ്ക്കും വളരെയധികം ഗുണം ചെയ്യും. ആ ഒരു തരത്തിലാണ്. പക്ഷേ യുക്രൈൻ ഇപ്പോൾ നമുക്കറിയാം, യുക്രൈൻ എല്ലാം കൈവിട്ടൊരവസ്ഥയിലാണ്. നമ്മൾ പല വിധത്തിലുള്ള വാർത്തകൾ കണ്ടാണ് എല്ലാം കൈവിട്ട് സെലൻസ്കി ഒരു വഴിയും ഇല്ലാതെ ഇപ്പം അമേരിക്കയുടെ കീഴിലാണ് നിൽക്കുന്നത്. അപ്പം യുക്രൈനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അമേരിക്കയ്ക്ക് ഏകദേശം അമേരിക്കയുടെ കീഴിലായി. അപ്പം യുക്രൈനെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ച് അവരെ സഹായിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു നേട്ടവും കിട്ടില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം കൂടുതലും റഷ്യയുമായിട്ട് അമേരിക്ക കൂടുതൽ സഹകരിച്ചു പോകുന്നത്. അതെ, എന്നാലും റഷ്യ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രപരമായിട്ട് ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് സ്വന്തമായിട്ട് ആണവായുധങ്ങളുണ്ട്, അതുപോലെ തീരുമാനങ്ങളുണ്ട്, സാമ്പത്തികമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തിനും തകർക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ മുന്നിട്ട് നിൽക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് അമേരിക്കനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് തന്നെ റഷ്യക്കുണ്ട്. അതായത് ഇപ്പൊ ബ്രിക്സും നാറ്റോയും ഒരു സഖ്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് മുമ്പിൽ നിൽക്കുന്ന ഒരു സഖ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിക്സ് ആണ്. ബ്രിക്സിന്റെ ഏറ്റവും വലിയ തലപ്പത്ത് നിൽക്കുന്നതും റഷ്യ തന്നെയാണ്. അപ്പോൾ റഷ്യക്ക് സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സൗഹൃദം ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അതെ, അപ്പൊ ഈ ബ്രിക്സിനെതിരെ ഈ ട്രംപ് ഭീഷണികൾ ഉയർത്തുമ്പോഴും റഷ്യയുമായിട്ടുള്ള സൗഹൃദം ട്രംപ് നിലനിർത്തുന്നുണ്ട്. അപ്പം ട്രംപിന്റെ ഒരു കുതന്ത്രം പോലെ തന്നെ നമുക്ക് കാണാം. കാരണം ഇപ്പം ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ രാജ്യങ്ങളുമായിട്ട് സൗഹൃദം, അമേരിക്കയ്ക്ക് ഏതൊക്കെ രാജ്യങ്ങളെ ആവശ്യമാണ് ആ രാജ്യങ്ങളുമൊക്കെ ആയിട്ടൊരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ട്രംപ് തന്റെ നടപടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, പക്ഷെ ഈ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇനിയും ഇതേപോലെ തന്നെ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനൊരു അവസാനം ഇല്ലാതാവുമ്പോൾ വലിയൊരു ഭീഷണിയാണ് നിലനിൽക്കുന്നത്. കാരണം ഇന്ത്യയിലെ ഒരു നേതാവ് പറഞ്ഞു, നമ്മുടെ ഈ ഇടക്കാല യുദ്ധങ്ങൾ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങുന്ന യുദ്ധങ്ങളെല്ലാം വലിയ സംഘർഷങ്ങൾക്കും രാജ്യാന്തര യുദ്ധത്തിന് വരെ കാരണമാകും എന്നുള്ളൊരു നിലപാട് ഒരു പ്രമുഖ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നിലപാടിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റഷ്യ യുക്രൈൻ ഒരു യുദ്ധം അതിന്റെ ആദ്യ നാളുകളിൽ ചെറുതായിട്ട് തുടങ്ങിയ ഒരു കാര്യമായിരുന്നു, പിന്നീട് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർധനവ് ലോകരാജ്യങ്ങളെ മുഴുവനും ഭീഷണിയിലാക്കുകയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഒരു പ്രതിസന്ധിയിൽ എത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഈ യുദ്ധം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയും നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമെന്നുള്ളത് തീർച്ചയാണ്. അതിന്റെ ഒരു വാണിംഗ് ആണ് ഡൊണാൾഡ് ട്രംപ് തന്നിട്ടുള്ളത്. അപ്പം
ഇനിയും ഈ ഒരു യുദ്ധങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ആയുധങ്ങൾ പരസ്പരം വിന്യസിച്ചുകൊണ്ട് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കാനാണ് എല്ലാവരുടെയും പദ്ധതിയെങ്കിൽ അത് ജനങ്ങളുടെ ജീവന് ഒരു വലിയ ഭീഷണി തന്നെ നിലനിർത്തുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈ എടുക്കാത്തതെന്ന് അറിയില്ല. കാരണം അദ്ദേഹം പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ട് ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും, പക്ഷേ എങ്കിൽ പോലും യുക്രൈനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയും റഷ്യയോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം രണ്ടുപേരും തമ്മിൽ ചർച്ചകൾ നടന്നാൽ മാത്രമേ ഉള്ളൂ യുദ്ധം അവസാനിക്കത്തുള്ളൂ. അപ്പോൾ സെലൻസ്കി ആണെങ്കിലും പുടിനാണെങ്കിലും ചർച്ചകൾ നടത്താനായിട്ടും കൂടുതലും യുദ്ധം ഇല്ലാതാക്കാനുള്ള ഒരു മെന്റാലിറ്റിയിലോട്ട് ട്രംപും പോകുന്നില്ല. അതെ, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇനിയും ഈ യുദ്ധങ്ങൾ ഇനി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആണവായുധങ്ങളെല്ലാം ഇനിയും പരസ്പരം വിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ഈ യുദ്ധങ്ങളുമായിട്ട് ഈ നേതാക്കൾ മുഴുവൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാം ലോക മഹായുദ്ധം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകും, നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയും ബാധിക്കും കാര്യമായിട്ട്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ യുദ്ധം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അറിയാം രീതിയാണ്. കാരണം രാജ്യത്തും ഉടനീളം ഇത്തരത്തിലുള്ള ചെറിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് ഒരു സമാധാനപരമായ ലോകം ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.